യോഹന്നാൻ 1:14 വായിക്കുന്നു, വേർഡ് ബിക്കെയിം ഫ്ലഷ്, വചനം ആരായി മാറി? ജഡമായി മാറി. അവർക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് പറയണേ, വചനം എന്തായി? ജഡമായി. വചനം ജഡമായി എന്ന് യോഹന്നാൻ പറയാൻ കാര്യമുണ്ട്. എക്കാലത്തും ഈ ദുരുപദേശങ്ങൾ പല രീതിയിലും ഉണ്ടാകാറുണ്ട്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും പല വിധത്തിലുള്ള ദുരുപദേശങ്ങൾ സഭയെ ഇങ്ങനെ താടനം ചെയ്യുന്നുണ്ട്. മക്കളൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ കേട്ട് ഇപ്പം ഒരു ഗുണമുണ്ടായി എങ്ങും പോകാതായി. അങ്ങനെ ഒത്തിരി പേരുണ്ട്. വലിയ സങ്കടമാണ്. പള്ളിയിലുമല്ല, അമ്പലത്തിലുമല്ല, യോഗത്തിലും പോകത്തില്ല. അങ്ങനൊരു സമൂഹം ലോകത്ത് ഒത്തിരി പേരുണ്ട്. ഇവരെല്ലാം ആരെങ്കിലും ഒരു പണിയില്ലാതിരുന്ന് ഇടുന്ന ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് യോഹന്നാനി കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ആടുകൾ അന്യൻ്റെ ശബ്ദം എന്ത് ചെയ്യുകയില്ല, കേൾക്കുകയില്ല. അവ അന്യനെ അനുഗമിക്കാതെ ഓടിപ്പോകും. അപ്പം ദുരുപദേശങ്ങൾ ഉള്ളൊരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. ആ ദുരുപദേശങ്ങൾ അന്നുണ്ടായിരുന്ന ഒരു ദുരുപദേശമാണ് യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനല്ലായിരുന്നു, ഹ്യൂമൻ ഫോമിൽ അപ്പിയർ, ഒരുമാതിരി ഫാൻറ്റം പോലൊക്കെ വന്നതാണ്. അപ്പോൾ യോഹന്നാൻ അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുക, വചനം എന്തായി മാറി? ജഡമായി മാറി. യോഹന്നാനി മാത്രം കാണുന്നൊരു കാഴ്ചയാണ്, മരിച്ച യേശുവിൻ്റെ ചങ്ക് പടയാളി കുത്തുന്നുണ്ട്. പടയാളി കുത്തി തുറന്നപ്പം അതിനകത്തുനിന്ന് എന്ത് വന്നു? രക്തവും വെള്ളവും വന്നു. രക്തവും വെള്ളവും വരണമെങ്കിൽ ആരായിരിക്കും? പൂർണ്ണ മനുഷ്യനായിരിക്കും. അപ്പം പൂർണ്ണ മനുഷ്യൻ, ജഡാവതാരത്തിൻ്റെ ഏറ്റവും നിഗൂഢമായ രഹസ്യമാണ് ദൈവം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് ക്രിസ്തു ജഡാവതാരം എടുക്കുക. വചനം എന്തായി മാറി? ജഡമായി തീർന്നു. പക്ഷേ വചനം ജഡമായി തീർന്നുകൊണ്ട് നമുക്കെന്താണ് ഗുണമുണ്ടാകുക? അതുകൊണ്ടാണ് എൻ്റെ മുകളിലത്തെ വാക്യത്തിൽ കാണുന്നു, അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകമോ അവനെ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അറിഞ്ഞില്ല, കൈക്കൊണ്ടില്ല. ലോകത്തിന് അറിയത്തില്ലായിരുന്നു. വിശാലമായ ലോകമാണ്. സ്വന്തം യഹൂദന്മാരാണ്. യഹൂദന്മാർക്ക് അറിയാമായിരുന്നു, അവർ മശീഹായെ കാത്തിരുന്നവരാ. പക്ഷെ അവർ മശീഹായെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. വചനം പറയുന്നു, അറിയാവുന്നവരെല്ലാം ഉറക്കെ പറയണേ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം. ഒന്നുകൂടെ ഒന്ന് കുറഞ്ഞ പക്ഷം നമ്മളെങ്കിലും നമ്മുടെ ശബ്ദം കേൾക്കണം. നമ്മുടെ ചെവിയെങ്കിലും നമ്മുടെ ശബ്ദം കേൾക്കണം. ഉറക്കെ പറഞ്ഞ്, അവനെ കൈക്കൊണ്ട് അവന് ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന്. അത് ഈ വാക്കുകളെല്ലാം കാണാപ്പാടം പഠിച്ചിരിക്കേണ്ട വാക്യങ്ങളാണ്. അപ്പോൾ അവനെ കൈക്കൊള്ളുക, അവൻ്റെ നാമത്തെ വിശ്വസിക്കുക, അവർക്കാരായി മാറാം. ദൈവം 2-3 കാര്യങ്ങൾ അവിടുന്ന് ചിന്തിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ്, ജഡാവതാരമെടുത്ത ക്രിസ്തു നമ്മെ രക്ഷിക്കാനായി, നമുക്ക് വേണ്ടി മരിക്കാനായി വന്നപ്പോൾ പലരും അറിഞ്ഞില്ല. ഇത് തന്നെ സെക്കൻഡ് കമ്മിങ്ങിനും ഉണ്ടാകാം, 2ാം വരവിലും ഉണ്ടാകാം. ഒത്തിരി പേര് എന്ത് ചെയ്യാതെ പോകാം? അറിയാതെ പോകാം. ഒരു ദുസൂചനയാണ്. ആരെല്ലാം അറിയാതെ പോകാം. എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ കർത്താവ് ചിലരോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പം കർത്താവിൻ്റെ നാമത്തിൽ അറിയപ്പെട്ടവരെ പോലും കർത്താവ് എന്ത് ചെയ്യാതെ പോകാം, അറിയാതെ പോകാം എന്നുള്ളൊരു ദുസൂചന അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹവും പ്രാർത്ഥനയും 2ാമത്തെ വരവെങ്കിൽ വിടപ്പെടരുതെന്നുള്ളതായിരിക്കണം. അതുകൊണ്ട് നിത്യതയുമായി ബന്ധപ്പെട്ട അതിന് ദോഷം വരുന്ന ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥിക്കണേ. നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരനും കൂടെ കേസ് കൊടുത്തു. കേസ് നടന്നുകൊണ്ടിരിക്കുമ്പം കർത്താവ് വന്നു. പോകുമോ ഇല്ലയോ? ഒരു സംശയം വേണ്ട, പോകത്തില്ല. വക്കീൽ ഫീസ് കൊടുക്കാനുണ്ടായി. പോകുമോ? ഇല്ല. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്, നിങ്ങളതെല്ലാം പറഞ്ഞു തീർക്കണം. വഴിയിലെ പ്രതിയോഗിയുള്ളപ്പോഴേ പറഞ്ഞ് എന്ത് ചെയ്തേക്കണം? തീർത്തേക്കണം. അപ്പം നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെടരുത്. നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ എന്ത് ചെയ്യരുത്? ഇടപെടരുത്. ഒന്നുകൂടെ പറഞ്ഞ്, നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടരുത്. ഇത് ലൈവ് പോവാണോ? എന്തിലാണ് ലൈവ് പോകുന്നത്? അബ്ബ മീഡിയ. ഓക്കെ. അപ്പോൾ നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാഴ്ചയായിരിക്കണം നമ്മുടെ കാഴ്ച എപ്പോഴും. പ്രിയരായവരെ, എളിവനായി ഞാൻ പറയട്ടെ, എന്നോട് ദൈവം നേരിട്ട് ദൈവശബ്ദം ഞാൻ കേട്ട ഒരു കാര്യമാണ്. വളരെ ശക്തമായിട്ട് ദൈവം എന്നെ വിലക്കിയ ഒരു കാര്യം. ഒരു ദിവസം ഞാനിങ്ങനെ വാഹനത്തിൽ പോവുകയാണ്. എൻ്റെ കൂടെ ഒരു ദൈവദാസനുണ്ട്. എൻ്റെ കൂടെ എൻ്റെ വണ്ടി ഓടിക്കുന്ന ഒരു സഹോദരൻ, ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവൻ നല്ല അതികായനായ ഒരു ചെറുപ്പക്കാരൻ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ അത്യാവശ്യം ഈ പോലീസിനെയൊക്കെ വെട്ടിച്ച് മണൽ മാഫിയ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നൊരു പയ്യൻ, നല്ല സൈസാണ്. അപ്പോൾ അവന് വണ്ടിയെ വന്ന ഒരാൾ തട്ടിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, വണ്ടിക്കകത്ത് ഇറങ്ങിപ്പോയത് മര്യാദയ്ക്ക് ഇല്ലാതിരുന്നോണം.
ഇറങ്ങി വന്നിട്ട് പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞാൽ താക്കോലും തന്നിട്ട് ഞാൻ ബസ്സിൽ കയറിപ്പോവും, ഞാൻ പോയി സംസാരിച്ചോളാം. അവൻ കലിച്ച് ഇറങ്ങിപ്പോയപ്പം ദൈവനോട് പറയുക, വണ്ടി ഇടിച്ചിട്ട് കണ്ണാടി പോയാൽ കണ്ണാടി പോകുന്നേ ഉള്ളൂ, പക്ഷേ അവനോട് വഴക്കുണ്ടാക്കിയാൽ എന്തിന് കേടുവരും? നിത്യതയ്ക്ക് കേടുവരും. ഏതാ വലുത്, കണ്ണാടിയാണോ നിത്യതയാണോ? ഉറക്കെ പറഞ്ഞേ, ഏതാ വലുത്? നിത്യതയാണ്. അപ്പം നിത്യതയ്ക്ക്, പക്ഷേ എനിക്കത് ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു. അപ്പം ഞാൻ ഇത് കേട്ടപ്പോൾ ഇറങ്ങി ചെന്നിട്ട് അവനോട് പറഞ്ഞ്, മക്കളെ പോട്ടെ, ഇനി എന്താ ചെയ്യണ്ടേ? അപ്പം പണിയാണെ പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് സമാധാനമായിട്ട് വരും. ഞാൻ നമ്പറൊക്കെ കൊടുത്തു. അപ്പം അവൻ പറഞ്ഞ് പൈസ തരണം, അവൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് പൈസ തരണം. ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പം പൈസയില്ല, പക്ഷേ ഞാൻ പൈസ തരാം. ഞാൻ ഇങ്ങനെ ഒരു പാസ്റ്ററാണ്, എൻ്റെ പേര് പ്രിൻസ് പാസ്റ്റർ എന്നാണ്, പവർ വിഷനിൽ സ്ഥിരം പ്രസംഗിക്കുന്ന ആളാണ്. എനിക്കേതായാലും ഒളിച്ചോടാൻ നോക്കത്തില്ല കണ്ണാടിയുടെ പേര്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞെന്നെ വിളിച്ചാൽ മതി, ഞാൻ പൈസ തരാമെന്ന്. അപ്പോൾ അവൻ പോയി. വൈകിട്ട് ഞാൻ അവനെ വിളിച്ചു, മോനെ അങ്ങനെ കാര്യം, എനിക്ക് സമയം കിട്ടിയില്ല ഷോറൂമിൽ പോകാൻ, രാവിലെ പറയാം. രാവിലെ വിളിച്ചു, മോനെ അങ്ങനെ. അവൻ പറഞ്ഞു പൈസ വേണ്ട. ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല, പൈസ വേണം. അല്ല പൈസ വേണ്ട കിളെ. ഞാൻ 2 നോട്ടം വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മ പറഞ്ഞു എന്താ വേണ്ട, പൈസ വേണ്ട. ഞാൻ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്, അമ്മ പറഞ്ഞു കാണും പ്രിൻസ് പാസ്റ്ററിൽ നിന്ന് പൈസ മേടിച്ചാൽ പുള്ളി ഇരുന്ന് കരയും. ആകെ കയറി. ഏതായാലും നല്ല അമ്മ മോനോട് പറഞ്ഞു കൊടുത്ത് പാസ്റ്ററുടെ പൈസ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ജീവിതത്തിൽ ഇച്ചിരി സ്വകാര്യമായൊരു അഭിമാനം തോന്നിയൊരു കാര്യം, ഞാൻ ഈ അടുത്തിടയ്ക്ക് കാനഡ ഇരുന്നപ്പോൾ ഈ മോൻ എന്നെ വിളിച്ചു. ഞാൻ ഇന്നാരാണ്, അന്ന് ആ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അങ്കിള് നാട്ടിൽ ഇവിടെ ഉണ്ടോ? ഉണ്ട്, ഞാനിപ്പം കാനഡയില്ല. അവൻ എന്നെ വന്ന് ഒരു ദിവസം മുഴുവൻ എനിക്ക് എവിടെല്ലാം പോകണോ അവിടെ എല്ലാം കൊണ്ടുനടന്നു. ഞാനന്ന് അവനോട് വല്ലതും പറഞ്ഞാൽ അവൻ എന്നെ 7 അയലൊക്കെ തിരിഞ്ഞു നോക്കുമോ? ഇല്ല. അപ്പം എപ്പോഴും ഓർക്കപ്പെടണം, നിത്യതയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നത്തിൽ എന്ത് ചെയ്യരുത്, കാരണം അന്നങ്ങാണം. അപ്പം രണ്ടാമത് എന്നെ ഭയപ്പെടുത്തിയ ഒരു കാര്യം, ഇത് അബ്ബാ മീഡിയയിൽ കൂടെ പോവുകയാണെന്ന് അറിയാം. മീഡിയ ഭയങ്കരമായിട്ട് പ്രഭാഷകരായി ഞങ്ങളെ പേടിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ പറയുന്ന ഉദ്ദേശത്തിൽ കേട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണ്. എന്നാലും നല്ല ഉദ്ദേശത്തിൽ പറയുക. എനിക്കറിയാവുന്നൊരു വിശ്വാസ കുടുംബമാണ്. അപ്പോൾ അവർ അയൽക്കാരുമായിട്ട് വഴക്കുണ്ടായപ്പോൾ ഇവരിങ്ങനെ ഇറങ്ങി ഇന്ന് അസഭ്യം പറഞ്ഞു, ചീത്ത വിളിച്ചു. അമ്മാമ്മയാണ് ചീത്ത വിളി തുടങ്ങിയത്. അച്ചാനും ഏറ്റുപിടിച്ച് നല്ല ചീത്ത വിളിയായിരുന്നു. ബൈ ദ വേ, നല്ല ചീത്ത എന്ന് ഞാൻ എൻ്റെ സഭയം പറഞ്ഞപ്പം എൻ്റെ അമ്മായിപ്പൻ എൻ്റെ പുറകെ വന്നിട്ട് പറഞ്ഞു, മോനെ ഇനി നീ മേലിൽ നല്ല ചീത്ത എന്ന് പറയരുത്, കാരണം ചീത്ത ഒരിക്കലും എന്തല്ല. അതുകൊണ്ട് നല്ലതും അസഭ്യം കൂടെ ഒരുമിച്ച് പോകത്തില്ല എന്ന് പറയണ്ട. എനിവേ, ഇവർ ഭയങ്കരമായിട്ട് അസഭ്യം പറഞ്ഞായിട്ട് നമുക്ക് എത്രയോ കുടുംബങ്ങളുമായിട്ട് ബന്ധം. ഞാൻ ഈ കുടുംബത്തെ തിരുത്താനൊന്നും പോയില്ല, കാരണം തിരുത്താൻ ഒക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഈ സംഭവം എന്നോട് അതിനടുത്തുള്ള ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ഭയങ്കര അസഭ്യമായിരുന്നു. വിശ്വാസികളാണ്, പക്ഷേ ഇത് നല്ലപോലെ അസഭ്യം വിളിച്ചു. 1 വർഷം കഴിഞ്ഞു, 1 വർഷത്തിലേറെയായി. ഞങ്ങൾ കുറേ പേര് ആ സ്ഥലത്ത് ഇങ്ങനെ സന്ദർശിച്ച്, എൻ്റെ കൂടെ കുറേ പേരുണ്ട്. ഞങ്ങൾ ഈ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പം അവർ പറഞ്ഞു, അയ്യോ എല്ലാവരും ഉണ്ടല്ലോ, നമുക്കെന്നാൽ പ്രാർത്ഥിക്കാം. അവർ പായൊക്കെ ഇട്ടു പ്രാർത്ഥിക്കാൻ തുടങ്ങി, പാട്ടൊക്കെ പാടി. കുറേ പേരുണ്ട്. ഈ അങ്ങ് ഭയങ്കരമായിട്ട് ആത്മാവിൽ ആരാധിക്കുകയാണ്. അന്യഭാഷ പറയുന്നു, ആരാധിക്കുന്നു, ശക്തമായ ആരാധന. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദൈവദാസൻ ബിസിനസ്സുകാരനാണ്. പക്ഷേ പുള്ളിക്ക് 3 കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്. ഭാഷകളുണ്ട്, വ്യാഖ്യാനമുണ്ട്, പ്രവചനമുണ്ട്. 3 കൃപാവരം കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്. ഭാഷകളും വ്യാഖ്യാനവും പ്രവചനവും. ഇദ്ദേഹം എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്നാ കാര്യം? പോയേക്കാം. ഏതായാലും പുള്ളി നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ എങ്ങനെയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി. ഞാൻ ചോദിച്ചു, നല്ല ആരാൻ നടക്കുമ്പോൾ ഇങ്ങനെ എന്തിനാ തടഞ്ഞേ? അദ്ദേഹം പറഞ്ഞു, ഇവർ ഈ അടുത്തിടയ്ക്ക് കാണാൻ വഴക്കുണ്ടാക്കിയ അയൽക്കാരുമായി വല്ലവരുമായിട്ട്. ഞാൻ ചോദിച്ചു, അതെന്നാ? അന്യഭാഷ വിളിച്ചത് മുഴുവൻ ചീത്തയാണ്. ഒരു വ്യാഖ്യാനമാണ്. ഞാൻ പേടിച്ചു പോയി. ഇദ്ദേഹത്തെ കൊണ്ടുവരണോ? ഇടുക്കിക്ക് വേണോ? അന്യഭാഷ വിളിച്ച്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ചീത്ത വിളിച്ചിട്ട് അന്യഭാഷ പറഞ്ഞാൽ, അന്യഭാഷ പറയുമ്പോൾ എന്തോ വരും? ചീത്ത വരും. ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലൊക്കെയാണ് ഈ മറ്റവൻ ദുരാത്മാവിന് കയറാൻ വഴി വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഒരു ഭാഷ പറയുമ്പോൾ ഓർത്തോണം, എന്തിനെ ബാധിക്കാം? നിത്യതയെ ബാധിക്കാം. അതുകൊണ്ട് നിത്യതയെ ബാധിക്കുന്ന യാതൊരു കാര്യത്തിലും ഇടപെട്ടേക്കരുത്. കാരണം ഏറ്റവും വലുത് എന്താ? നിത്യതയാണ്. ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട്, സത്യത്തിൽ വിശ്വാസ ജീവിതം ഇച്ചിരി കഷ്ടപ്പെട്ട ഒരു കാര്യമല്ലേ? അല്ലേ? ഒരു ഉപദേശിയായി വിശ്വാസിയായി ജീവിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അല്ല. ആണോ? അല്ല. ഒരു നല്ല സിനിമ കാണാൻ പോകാനൊക്കെ പോവും. ഷാജിയിടിക്ക് പാസ്റ്റർ കലാസ്വാധകനാണെന്ന് വെച്ചോ,
പുള്ളി ഒരു നല്ല സിനിമ ഇവിടെ വന്നു, നെടുങ്കണ്ടത്ത് സിനിമയിൽ കാണാൻ പോയാൽ പിന്നെ ഇവിടെ ഇരുത്തുവോ? ഇല്ല. അതേസമയം ഒരു അച്ഛൻ പോയിട്ട് നിരൂപണം പറയുന്ന അച്ഛന്മാരുണ്ട്, സിനിമയ്ക്ക് നല്ല നിരൂപണം എഴുതുന്ന അച്ഛന്മാരുണ്ട്. അച്ഛന്മാർക്ക് എന്തോ വിവരമാണ്. ഷാജി പാഷ നിരൂപണം പറഞ്ഞാലോ അതോടൊരു തീരത്തില്ലേ? തീരും. അപ്പം നമുക്ക് ഞാനൊരുമാതിരി നല്ലപോലെ പ്രസംഗിക്കാം എന്ന് ഞാൻ പറയുന്ന അഹങ്കാരമല്ല. കൊച്ചിലെ പ്രസംഗിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പച്ചൻ നല്ലപോലെ എന്നെ പ്രസംഗം പഠിപ്പിക്കുമായിരുന്നു. ഒരു 2 ദിവസം ഒന്ന് പ്രിപ്പയർ ചെയ്താൽ ഇലക്ഷന് പ്രസംഗിക്കാമെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ ഞാനൊരു ഇലക്ഷന് പ്രസംഗിച്ചാൽ പിന്നെ നിങ്ങളെന്നെ വിളിക്കുമോ? ഞാൻ ഇന്ത്യൻ പൗരനല്ലേ? അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലേ? ഉണ്ട്. പക്ഷേ വിശ്വാസി ആയതുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യം പോയി. പലതും ചെയ്യാനൊക്കുമോ? ഇല്ല. ഒക്കുമോ? ഇല്ല. ഓർത്തോണേ, ഒക്കത്തില്ല. റാന്നിയിലൊരു ചേട്ടായി എന്നെ വിളിച്ചേ. ചേട്ടായി നല്ല ചേട്ടായിയാ, റാന്നിക്കാരൻ ചേട്ടായിയാ. ഞങ്ങളവിടെ ഈ സ്നേഹം കൂടിയാൽ അങ്ങ് ഇച്ചിരി അടിച്ചൊക്കെ കഴിഞ്ഞാൽ അവർ സ്നേഹം കൂടുമ്പം വിളിക്കുന്ന ഒരു വാക്കുണ്ട്, അളിയ. ഇടുക്കിയിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. അളിയനുണ്ടോ? ഉണ്ടല്ലേ. സ്നേഹം വന്നാൽ പിന്നെ അവരെ അളിയാന്ന് വിളിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല സ്നേഹമുള്ളൊരു അളിയൻ എന്നെ വിളിച്ചു. അളിയൻ എവിടാ? ഞാൻ പറഞ്ഞു ഞാനിപ്പം ഇച്ചിരി തിരക്കില്ല. എന്താ കാര്യം? എൻ്റെ അളിയ ടൗണിൽ വരെ വരണം. ഞാൻ പറഞ്ഞു വരത്തില്ല, മനുഷ്യനെ മെനക്കെടുത്തരുത്, ചുമ്മാ വെള്ളം അടിച്ചിട്ട് എന്നെ വിളിക്കും, ഞാൻ വരത്തില്ല. പറഞ്ഞു അങ്ങനെ അല്ല അളിയൻ വരണം. ഞാൻ ചോദിച്ചു എന്താ കാര്യം? നമ്മുടെ സഭയിൽ വരുന്ന ഇന്നാരെ പുള്ളിക്കാരൻ ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ സാധനം മേടിക്കാൻ ക്യൂ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഞാനിപ്പം വരാം, ഒന്നീ അവനെന്നെ കാണട്ടെ, ഒന്നീ അവനെന്നെ വരത്തില്ല, പൊക്കോളുമല്ലോ. ഞാൻ ചോദിച്ചു അളിയൻ എവിടാ നിൽക്കുന്നത്? ഞാൻ ആ ക്യൂവിൽ അവൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. ഞാൻ ആ ക്യൂവിൽ. അപ്പോൾ അളിയൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിവിടെ നിൽക്കാം, പക്ഷെ നീ ഇവിടെ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. എന്താ കാര്യം? നീ ആരായിപ്പോയി? എനിക്കൊരു ലേബൽ വന്നു. എന്താ? വിശ്വാസി. അപ്പം വിശ്വാസി എന്നൊരു ലേബലുണ്ടായാൽ പിന്നെ ഭയങ്കര ഗതികേടാ. ഇഷ്ടം പോലെ ജീവിക്കാൻ ഒക്കുമോ? ഇല്ല. ഇഷ്ടം പോലെ പോകാൻ ഒക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, ഇതെല്ലാം റെസ്ട്രിക്ഷനും ഒറ്റ കാര്യത്തിന് വേണ്ടിയാ, നിത്യതയ്ക്ക് വേണ്ടിയാ. അപ്പോൾ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ അവിടെ ഇല്ലാതെ പോയാലോ? അതുകൊണ്ട് ഏറ്റവും പറ്റി അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ എന്തു ചെയ്തു? കാംക്ഷി. അതുകൊണ്ട് അവൻ സ്വന്തത്തിലേക്ക് കർത്താവ് വന്നപ്പം ചിലർ കൈക്കൊണ്ടില്ല, ചിലർ അറിഞ്ഞില്ല. അതുകൊണ്ട് രണ്ടാമത്തെ വരവിൽ അറിയാതെ പോകരുതേ. കർത്താവ് താൻ ഉറക്കെ പറഞ്ഞേ, കർത്താവ് താൻ ജീവനോട് ശേഷിക്കുന്ന നാം കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അപ്പോൾ അധികം താമസിയാതെ നമ്മുടെ കർത്താവ് വരും. അത് ആരും വിചാരിച്ചാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും താമസിക്കത്തില്ല. കർത്താവ് വരുന്നത് കൊണ്ട് വെടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ടാണ് വചനം പറയുന്നത് നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. പറഞ്ഞേ, പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. അപ്പോൾ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും എന്ത് ചെയ്തേക്കരുത്? ഇടപെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും എന്ത് ചെയ്തേക്കരുത്? ഇടപെടരുത്. രണ്ടാമത്തെ ഒരു കാര്യം അവിടെ ഉണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്ക് എന്താകാം? അപ്പം വിശ്വാസം ബുദ്ധിപരമായ ഒരു അറിവാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ അവനെ കൈക്കൊള്ളുക എന്ന് പറയുന്നതോ ബുദ്ധിപരമായി അപ്പുറത്താണ്. അപ്പം അതുകൊണ്ടാണ് വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഈ ബുദ്ധിപരമായ അറിവിനപ്പുറത്തുള്ള ഒരു കാര്യമാണ് കൈക്കൊള്ളുക എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ കൈക്കൊള്ളും. വചനം ജഡമായി തീർന്ന് ക്രിസ്തുവിനെ നമ്മൾ കൈക്കൊള്ളണം. ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കണം. അത് ചിലപ്പം ബുദ്ധിമാന്മാർക്കത് നോക്കത്തില്ല. ക്രിസ്മസിൻ്റെ ഒരു കാലം വരികയല്ലേ. ക്രിസ്മസിൻ്റെ ഒരു കാലത്തിൽ ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് വായിച്ച ഒരു കഥയുണ്ട്. ആ കഥ പാശ്ചാത്യ ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ പലയിടത്തും ക്രിസ്മസ് വലിയൊരു സംഭവം. ഇപ്പം ഡിസംബർ വരികയാണ്. വിശ്വാസ സമൂഹമായി നമ്മൾ ആ ഡേറ്റിനല്ല പ്രാധാന്യം, വ്യത്യസ്തമായി ഓരോരുത്തരും കർത്താവിനെ അറിഞ്ഞ ദിവസത്തിനാണ് പ്രാധാന്യം, അല്ലേ? ക്രിസ്തുവിനെ എങ്കിലും ലോകം മുഴുവൻ ആഘോഷിക്കുന്ന സന്തോഷിക്കുന്ന ദിവസങ്ങളാണ് ക്രിസ്മസ്. കരോൾ സർവീസുണ്ട്, ക്രിസ്മസ് ട്രീകളുണ്ട്, പുൽക്കൂടിലുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം ഒരു പള്ളിയോട് ചേർന്ന് പള്ളിയുടെ ഒരു സ്കൂള്. അപ്പോൾ ആ പള്ളി കമ്മിറ്റി സ്കൂളിൻ്റെ ഓരോ ക്ലാസ്സും എന്തെങ്കിലും ഒരു പ്രോഗ്രാം കരോൾ ക്രിസ്മസ് കരോളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറഞ്ഞു. അതിനകത്ത് 8ാം ക്ലാസ്സുകാർ ചെയ്യാനായിട്ട് തീരുമാനിച്ചതൊരു നാടകമാണ്. എന്താണ്? നാടകം അവർ സ്ക്രിപ്റ്റ് എഴുതി പഠിച്ചു. അവരതിൽ നാടകമെല്ലാം റെഡിയായപ്പോൾ അവരുടെ മുമ്പിലൊരു പ്രശ്നം. ആ ക്ലാസ്സിൽ സ്ലോ ആയിട്ടൊരു കുഞ്ഞുണ്ട്. വലിയ ഇങ്ങനെ അവൻ സ്ലോയാണ്.
രണ്ട് രീതിയിലാണ് മക്കളെ ഇപ്പം, മൂന്ന് രീതിയിലാണ്. ഒന്ന് നോർമലായിട്ടുള്ള മക്കളാണ്. പിന്നെ നമ്മളിപ്പം കൂടെ കേൾക്കുന്നൊരു വാക്കുണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി. കേൾക്കാറുണ്ടോ? ഹൈപ്പർ. പിന്നെ ചെല്ലാണ് സ്ലോയ. മക്കളെ ഇതെല്ലാം ഈ ഹൈപ്പർ എന്നൊക്കെ ഇപ്പോഴത്തെ ഈ പിള്ളേരെല്ലാം അമ്മമാരൊക്കെ അങ്ങ് ചുമ്മാ ടെൻഷൻ അടിക്കുന്നു. കൊച്ചിച്ചിരി ഹൈപ്പറാ. പണ്ടേ ഉണ്ട് ഹൈപ്പർ. പണ്ടത്തെ ഹൈപ്പറിന് ഹൈപ്പർ എന്ന് പറയത്തില്ലായിരുന്നു, കുരുത്തക്കേട് കൂടുതലാണ്. അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന പലരും ആരായിരുന്നു? ഹൈപ്പറായിരുന്നു. മെഡിസിൻ എന്തായിരുന്നു? തല്ല്. അച്ചായൻ തല്ലി, അമ്മ തല്ലി, എന്നും വേണ്ട ഗതികെട്ട്. ചർച്ചയിൽ ചെല്ലുമ്പം ഉപദേശിയപ്പച്ചൻ അവിടെ ഇരിക്കുക എന്തുമായിട്ടാ? വടിയുമായിട്ടാ അല്ലേ? പക്ഷേ ഈ അടി കിട്ടിയ ഹൈപ്പറല്ല ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഓക്കെ ആയോ? പിന്നെ ഹൈപ്പറെല്ലാം ഓക്കെ ആയില്ലേ? മറ്റൊരായിരുന്നു സ്ലോ എന്ന് പറയുന്നവർ. സ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു മൊണ്ണ. മൊണ്ണയ്ക്ക് എന്താ പറ്റി? മൊണ്ണയ്ക്ക് എന്താ പറ്റാനാ? മൊണ്ണ മിടുക്കനായി അല്ലേ? മിടുക്കൻ പഠിച്ചിട്ട് എന്തോ എടുത്തു. അവന് എംടെക് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. പക്ഷെ അവന് സ്പാനർ പിടിക്കാൻ അറിയത്തില്ല. പക്ഷേ ഈ മൊണ്ണയ്ക്ക് എന്തോ അറിയാം. അവനാണ് കണ്ടുപിടിക്കുന്നത്. മറ്റവനെല്ലാം അറിയാവുന്നേ ഇത് പിടിക്കാനൊന്നും അറിയത്തില്ല. അപ്പം നല്ല മിടുക്കര് പിള്ളേരായിട്ട് മാറി. ആയില്ലേ? ആർക്കാ ദോഷം വന്നേ? ആർക്കാ ഈ ഹൈപ്പറിനൊക്കെ ദോഷം വന്നേ? ഞാൻ പറയും, ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് ഗവൺമെൻറ് സ്കൂളിലെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നതൊക്കെ മിടുക്കരായി, ഒരു നല്ല എൻജിനീയറും ഒക്കെ ആയി. രണ്ടാമത്തെ ബെഞ്ചിൽ ഇരുന്നത് ആരെയായി? LD ക്ലർക്ക്, പഞ്ചായത്ത് ക്ലർക്ക്, PSC ഒക്കെ എഴുതി. മൂന്നാമത്തെ ബെഞ്ചിൽ ഇരുന്നൊക്കെയാണ് പഞ്ചായത്ത് മെമ്പർ, അതൊക്കെ ആയി. നാലാമത്തെ ബെഞ്ചിൽ ഇരുന്ന ആരായി? ഉപദേശിയായി. ആയില്ലേ? പെൺപിള്ളേരുടെ ലെവലിൽ നോക്കിക്കോ. ഒന്നാമത്തെ ഇങ്ങനെയൊക്കെ ആയി. ഏറ്റവും പുറകെ തോറ്റ് വലിയ പാവാടയും വലിയ ബ്ലൗസും ഒക്കെ ഇട്ടിരുന്ന ആരായി? സെൻട്രൽ പാഷയുടെ അമ്മച്ചിയായി. കൊച്ചമ്മ വാതൊക്കെ ഇരുന്നിട്ട് പറയും, മക്കളെ വാ കഴിച്ചിട്ട് പോടാ മോനെ, എൻ്റെ കുഞ്ഞ് സന്തോഷമാണോ? അത്രയും മതി. ആരായി? അവർക്ക് എന്താ കുഴപ്പം വന്നത്? ഒരു കുഴപ്പമില്ല. പിമ്പന്മാരെ ദൈവം ആരാക്കി? മുമ്പന്മാരെ ദൈവം ആരാക്കി? ഏതായാലും ഒരു സ്ലോ ആയിട്ടൊരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെ ഒഴിവാക്കും? അപ്പോൾ എല്ലാവരും പറഞ്ഞു, കുഞ്ഞിനെ ഒരാളെ ഒഴിവാക്കാൻ പാടില്ല, ക്രിസ്മസ് അല്ലേ. ഒടുവിൽ അവനൊരു ഏറ്റവും ചെറിയൊരു പാട്ട് കൊടുത്തു. പാട്ട് ഇതാണ്. യേശു കർത്താവ് തിരുപ്പിറവിയാണ് നാടകം. അപ്പം ജോസഫും മറിയത്തെയും കൊണ്ട് വരിക. മറിയം പൂർണ്ണ ഗർഭിണിയാണ്. വന്ന് വാതൊക്കെ കൊട്ടുമ്പോൾ തുറക്കുമ്പം ജോസഫ് ചോദിക്കും, ഒരു സ്ഥലം തരാമോ? അപ്പോൾ ഈ സത്ര ഉടമ പറയണം, ഇവിടെ എന്തില്ല, സ്ഥലമില്ല, അത്രയും പറഞ്ഞാൽ മതി. നോ പ്ലേസ് ഹിയർ, നോ പ്ലേസ്. വന്നു മുട്ടി. ഈ ബാലസ് ഇവൻ്റെ പേര്. ഇവൻ പാവമാ, സ്ലോയാ. അവൻ കഥ തുറന്നപ്പം ജോസഫിനെ മറിയത്തെ കണ്ടു. മറിയം ക്ഷീണിച്ച് നിൽക്കുക. സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. ഇവൻ മിണ്ടാൻ പേടിയായിപ്പോൾ. ഇവനങ്ങ് സങ്കടം വന്നു മറിയത്തെ കണ്ടപ്പോൾ സങ്കടം വന്നപ്പോൾ അവിടെ ഇരുന്ന ടീച്ചർമാർ പറഞ്ഞു, ബാലസ് ടെൽ നോ പ്ലേസ്. നമ്മൾ ഈ സഭായോഗത്തിന് മനപ്പാഠവാക്യം പറയത്തില്ലേ പിള്ളേർ, അവരാണോ പറയുന്നത്? മുമ്പിൽ ഇരിക്കുന്ന അമ്മയാണോ? അമ്മയാണ് പറയുന്നത് അല്ലേ? യഹോവ വാ. ഇതുപോലെ അവനോട് പറഞ്ഞു ഇല്ലെന്ന് പറയാൻ പറഞ്ഞു. അവസാനം അവനോട് പറഞ്ഞ് നോ പ്ലേസ് എന്ന് പറഞ്ഞു. കഥ കടയ്ക്കണം. പക്ഷേ ഈ ബാലസ് കഥ കടച്ചില്ല. ഈ ജോസഫ് മറിയത്തെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് പോവുക. ഇവനങ്ങ് സങ്കടം വരിക. പാവം കണ്ടോ പോവുക. നാടകമാണെന്ന് മറന്നുപോയി. ഇവരങ്ങോട്ട് കുറച്ച് നടന്നപ്പം ബാലസ് തിരിച്ച് വിളിച്ചു, കൈകൊട്ടി. എന്നിട്ട് പറഞ്ഞു, ബാ എൻ്റെ കട്ടിലങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെ നാടകം നടത്തും? ഇനിയും ആട്ടിടയന്മാർ വരണം, വിദ്വാന്മാർ വരണം, പൊന്നും മൂരും കുന്തിരിക്കൊക്കെ എന്ത് ചെയ്യണം? എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇനി എങ്ങനെ നടക്കും? നാടകം തീർന്നില്ലേ? പക്ഷേ നിന്നിരുന്ന ജനം മുഴുവൻ എഴുന്നേറ്റ് കൈയടിക്കാൻ തുടങ്ങി. ആ വർഷത്തെ ഏറ്റവും നല്ല നാടകമായിട്ട് തിരഞ്ഞെടുത്തു. ഇത് എന്ന പേരിൽ അത് കിടപ്പുണ്ട്. ഒരു കാര്യം ഓർത്തോണേ, ബാലസിന് വലിയ ബുദ്ധിയില്ലെങ്കിലും ബാലസ് പറഞ്ഞു, ബാ ഇവിടെ സ്ഥലം തരാമെന്ന് പറഞ്ഞു. എൻ്റെ സ്ഥലം നിനക്ക് തരാം. ഇതാണ് രക്ഷാനുഭവം. നമ്മുടെ ഹൃദയം എന്ന സ്ഥലം ആർക്ക് കൊടുക്കുക? ദൈവത്തിന് കൊടുക്കുക. ഈ രക്ഷകനായ കർത്താവിന് എൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ടെന്ന് പറയുന്നതിൻ്റെ പേരാണ് കൈക്കൊള്ളുക എന്ന് പറയുക. അത് ചിലപ്പോൾ ഇവിടുത്തെ ബുദ്ധിമാന്മാർക്കൊക്കത്തില്ല. പക്ഷേ പാവങ്ങൾ ഒത്തിരി പേര് പറഞ്ഞു, യേശുവേ ബാ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതം നിന്നേക്ക, എൻ്റേതല്ല അങ്ങയ്ക്ക, എൻ്റെ ഹൃദയം അങ്ങയ്ക്ക. കർത്താവിന് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നതിൻ്റെ പേരാണ് രക്ഷാനുഭവം എന്ന് പറയുക. ഹല്ലേലൂയ. എപ്പോഴെങ്കിലുമൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു യോഗത്തിൽ വെച്ച്, ഒരു കൺവെൻഷൻ വെച്ച്, ഒരു ഇടക്കൂട്ടത്തിൽ വെച്ച് ഒക്കെ കർത്താവെ അങ്ങയ്ക്ക് ഹൃദയം കൊടുക്കാൻ ഒത്തവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് തന്നെ കേൾക്കുന്ന വാത്സല്യ മക്കളെ, വ്യക്തിപരമാണ് രക്ഷാനുഭവം. കർത്താവിന് ഹൃദയം കൊടുക്കണം. കർത്താവിന് ഹൃദയം കൊടുത്താൽ ഒരു കാര്യം സംഭവിച്ചു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവരും ആരായി മാറും? ദൈവ മക്കളായിത്തീരും. ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദാരിദ്ര്യമാണോ ചോദിച്ചാൽ ദാരിദ്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊക്കെ വലിയൊരു പ്രശ്നം ഞാൻ കാണുന്നത് സ്നേഹദാരിദ്ര്യമാണ്. മനുഷ്യരൊക്കെ ഒറ്റപ്പെട്ടവരാ. പ്രത്യേകിച്ച് ഈ പട്ടണത്തിലൊക്കെ ചെല്ലുമ്പോൾ
വാട്ട് ഈസ് സിറ്റി? സിറ്റി എന്താണെന്നുള്ളതിന് നല്ലൊരു ഡെഫിനിഷൻ ഞാൻ കേട്ടു. സിറ്റി ഈസ് എ പ്ലേസ് വെയർ ദെയർ ആർ ലോട്ട് ഓഫ് ലോൺലി പീപ്പിൾ സ്റ്റേയിങ് ടുഗദർ. ആരും ഇല്ലാത്ത ഒത്തിരി മനുഷ്യർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരമ്മ എന്ത്? പട്ടണമെന്ന്. ഒരു കണക്കിന് സത്യമാണ്. എന്തിൻ്റെ പട്ടണം? ഗ്രാമങ്ങൾ പോലും ആരുമില്ലാത്തവരായി മാറി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒത്തിരി പേര് താമസിക്കുക, പിരിഞ്ഞവർ, ഒറ്റയ്ക്കായി പോയവർ, വൃദ്ധരായ മാതാപിതാക്കൾ, പലർക്കും ആരുമില്ലെന്നുള്ള സങ്കടം അല്ലേ? ആരുമില്ല. നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും എത്രയോ അമ്മമാരും അപ്പച്ചന്മാരും ഒക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ആരുമില്ലാത്ത ഒത്തിരി പേര്. കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അപ്പച്ചൻ്റെ അടുത്ത് ചെല്ലുക, അപ്പച്ച 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 എന്നാ കടായി. അപ്പച്ചൻ്റെ കൈയെല്ലാം വിറയ്ക്കുന്നൊരു അപ്പച്ചനാ. അപ്പച്ച എനിക്ക് ആരുമില്ല അപ്പച്ച. അപ്പച്ചൻ പറഞ്ഞു, കുഞ്ഞ് അങ്ങനെ നീ പറയാടാ, എന്ത് പറ്റി? അപ്പച്ച കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്പൂണെല്ലാം താഴെ പോയപ്പോൾ എൻ്റെ അമ്മ എന്നെ ഒത്തിരി അടിച്ചു. അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല, എനിക്ക് ആരുമില്ല. അപ്പച്ചൻ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പാർക്കിൻസൺസ് വന്ന അപ്പച്ചൻ പറഞ്ഞ്, കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കഞ്ഞി സ്പൂണും പോയി പാത്രവും പോയി. നിൻ്റെ അമ്മ എന്നെ അടിച്ചില്ലെന്നുള്ളടാ. അതിലും കൂടുതൽ വർത്താനം പറഞ്ഞു. എനിക്ക് ആന്തില്ല, ആരുമില്ല. അപ്പച്ചനും കുഞ്ഞും കൂടെ കെട്ടിപ്പിടിച്ച് കരയുക. അപ്പച്ചനും ആരുമില്ല, കുഞ്ഞിനും ആരുമില്ല. മനുഷ്യൻ്റെ പ്രശ്നം ആരുമില്ലെന്നുള്ളതാണ്. ഈ ആരുമില്ലെന്നുള്ള സങ്കടം മാറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ക്രിസ്തുവിനെ അംഗീകരിച്ച് അവർ പറയും, ഞാൻ ഈ അപ്പൻ്റെ മക്കളാ. ആരുമില്ലാത്തവനെ ആരുമുള്ളവനാക്കുന്ന, അനാഥനെ സനാഥനാക്കുന്ന ഒരിടം അവിടെയാണ്. രക്ഷാനുഭവത്തോടെ സ്റ്റാറ്റസ് മാറുക. പിന്നെ ആരും പറയരുതേ എനിക്ക് ആരുമില്ലെന്ന് പറയരുതേ. ഈ ദൈവം എൻ്റെ പിതാവായി മാറിയ പിന്നെ ഞാൻ ആരുമില്ലാത്തവനാണോ? ഞാൻ അനാഥനാണോ? അല്ല. ഞാനൊരു കാര്യം പറയും, ദൈവം പിതാവായി കഴിഞ്ഞാൽ ഇങ്ങനൊരു പിതാവിനെ കിട്ടാൻ സുഹൃതം ചെയ്യണം. ഈ പിതാവിൻ്റെ പ്രത്യേകത, നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നൊരു പിതാവ്. ദോഷികളായി നിങ്ങളുടെ നല്ല മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നന്മയെ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ. ധൂർത്തപുത്രൻ്റെ കഥയിൽ ഒരപ്പൻ നിപ്പുണ്ട്. എല്ലാം നശിപ്പിച്ച് കയറി വരുന്ന മകനെ ദൂരെ നിന്ന് കണ്ടിട്ട് ഓടി ചെന്നിട്ട് അവൻ്റെ കഴുത്തിന് എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു. നമ്മുടെ അപ്പനാണെങ്കിൽ കഴുത്തിന് കുത്തിപ്പിടിച്ചേനെ. തിബിരിയാസിൻ്റെ കടൽക്കരയിൽ രാത്രി മുഴുവൻ പോയിട്ട് ഒന്നും കിട്ടാതെ വന്ന മക്കളെ വിളിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുകൊണ്ടോ? ഈ അപ്പൻ്റെ പേരാണ് സ്വർഗസ്ഥനായ പിതാവ്. ക്രിസ്തു നമുക്ക് രക്ഷിതാവായി ക്രിസ്തുവിന് ഇടം കൊടുത്തവർ ഒരിക്കലും അനാഥരല്ല. ഹല്ലേലൂയ. അനാഥരല്ല. അവർ പാടും, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും വിധവയുടെ കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കും എല്ലാമായ എൻ്റെ ദൈവം എന്നെ സംബന്ധിച്ച് എനിക്കൊരറിവല്ല. ദൈവം എന്നെ സംബന്ധിച്ച് എൻ്റെ കർത്താവ് എനിക്കൊരനുഭവമാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ പിതാവിനറിയാം. എൻ്റെ മുഖം പാടിയാൽ എൻ്റെ പിതാവിനറിയാം. എത്രയോ അടുക്കൽ എൻ്റെ കണ്ണ് നനഞ്ഞപ്പോൾ എൻ്റെ അപ്പം വന്നിട്ടുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് വെളുപ്പിന് 2:45 എല്ലാവരും ഉറങ്ങി. എനിക്ക് ഉറക്കം വരുന്നില്ല. ഒരു വിഷയത്തിൽ ഞാൻ അസ്വസ്ഥനായി. ആ വിഷയം എന്നെ അസ്വസ്ഥപ്പെടണം. വിശ്വാസികളായ സഹോദരങ്ങൾക്കൊരു സങ്കടം വന്നാൽ അവരാരോട് പറയും? പാസ്റ്ററോട് പറയും. പാസ്റ്ററെ, ഈയിടെയായിട്ട് അച്ചായൻ എന്നെ വഴക്കുണ്ടാക്കുന്നു. അതും ആരെടുക്ക് പറയും? അച്ചായൻ വന്ന് പറയും, അവൾ മഹാ അഹങ്കാരിയാ, മിണ്ടാതെ നടക്കുക പാസ്റ്ററെ, ഒന്ന് ഇടപെടണം. ഞാനും ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? അച്ചായ ആരോട് പറയും? പാസ്റ്ററും ഭാര്യയും കൂടെ പണിങ്ങിയ സെക്രട്ടറിയോട് പറയാമോ? പറയരുത്. 8ൻ്റെ പണി കിട്ടും. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ അറിയാമോ മക്കളെ? അറിയാമെങ്കിൽ അറിയാമെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല. അറിയോ? 3ൻ്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം, 2ൻ്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം, 5ൻ്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം, 6ൻ്റെ പണിയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരാം. 8ൻ്റെ പണിയാണെങ്കിൽ ഇതുവഴി ഇറങ്ങി വരും. സെക്രട്ടറിയോട് പറയല്ലേ, 8ൻ്റെ പണി കിട്ടും. ആരോടും പറയരുത്. പറഞ്ഞാൽ എന്തോ കിട്ടും? 8ൻ്റെ പണി കിട്ടത്തില്ലേ? കിട്ടും. ഇറങ്ങി വരാനൊക്കാത്ത പൂട്ടും. ആരോട് പറയാനാ? അപ്പം ഞാൻ എൻ്റെ എല്ലാവരും ഉറക്കുക. ആ വിഷയം എന്നെ വല്ലാതെ അലട്ടുക. ഞാൻ ഭാരപ്പെട്ടിരിക്കുക. ഞാൻ ഉറങ്ങാതെ എൻ്റെ സെറ്റിയെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കുക. സമയം രാത്രി 2:45. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ എൻ്റെ ഫോൺ അടിച്ചു. ഞാനെടുത്തപ്പം പേടിച്ചു പോയി. 2:45 സാമച്ചൻ പാസ്റ്റർ വിളിക്കുന്നു. പൊല്ലൂന്ന. അങ്ങനെ ഞങ്ങൾ റെഗുലർ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. പക്ഷെ അന്ന് എന്നെ സാമച്ചൻ പാസ്റ്റർ വിളിച്ചു. പ്രിൻസ് പാസ്റ്ററാണോ? ആണ്. എന്നാ ചായ? എവിടുന്നാ? ഇന്ത്യയിൽ നിന്നാണോ? ആണ്. പൊല്ലൂര. എന്നാ മോൻ്റെ കല്യാണം? 2:45.
ഞാൻ ചോദിച്ചു 2:45 അച്ചായ. അല്ല പ്രിൻസിപ്പൽ പാസ്റ്ററെ, വിളിച്ചപ്പം മറക്കാതിരിക്കാൻ ഞാൻ കല്യാണക്കാരും പറഞ്ഞ എനിക്ക് പാസ്റ്ററെ കല്യാണത്തെ വിളിക്കാം, പിന്നെ അങ്ങ് മറന്നുപോകും. അതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ അങ്ങ് പറഞ്ഞ ഞാൻ പാസ്റ്ററെ പറ്റി ഒരു ദർശനം കണ്ടാ ഉണർന്നത്. അത് ഉണർന്നുകൊണ്ട് ഇപ്പം തന്നെ പറയണമെന്ന് തോന്നി. ഞാൻ എന്തിനു ഭാരപ്പെട്ടിരുന്നോ അതിൻ്റെ ഉത്തരമായിരുന്നു. അപ്പോൾ എനിക്കൊരു കർത്താവിനെ അറിയാം. ഞാൻ ആ ഇരുട്ട ലൈറ്റ് ഓഫ് ചെയ്ത് സെറ്റ് ചെയ്തിരുന്ന ലോകത്തൊരു മനുഷ്യൻ അറിഞ്ഞില്ല, എൻ്റെ ഭാര്യ പോലും അറിഞ്ഞില്ല. പക്ഷെ ഞാൻ അവിടെ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത് അറിഞ്ഞ ഒരു പിതാവ്. അതാണ് ഈ പിതാവിൻ്റെ മക്കൾ ഒരിക്കലും അനാഥരല്ല. ഈ പിതാവിൻ്റെ മക്കൾ ഒരിക്കലും അനാഥനല്ല. 2018 വെള്ളപ്പൊക്കം കഴിഞ്ഞ സമയങ്ങൾ ഞാനങ്ങനെ സാധാരണഗതിയിൽ വല്ലാതെ പേടിക്കാറില്ല. പക്ഷെ ഒരു രാത്രി ഭയം എന്നെ വേട്ടയാടി. അയ്യോ, അതിഭയങ്കരമാണ് ഈ ഭയം. കേട്ടിട്ടേ ഉള്ളൂ ഭയത്തിൻ്റെ വേട്ടയാടിൽ, പാനിക്കറ്റായിക്ക് അല്ലെങ്കിൽ ഭയം. ആ ഭയം എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തി. ഞാൻ അസ്വസ്ഥനായി, ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. കാരണമെന്താണെന്ന് എനിക്കറിയില്ല. ഹോളിങ്ങനെ വെള്ളം കയറി കിടക്കുന്നു, അത് വൃത്തിയാക്കിയിട്ടില്ല, എന്തോ ഒരു ഭയം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, അച്ഛാ എൻ്റെ കൂടെ വരാമോ, കുറച്ചു നേരം പ്രാർത്ഥിക്കാനാണ്. അദ്ദേഹം വന്നു, രാത്രി മുഴുവൻ എൻ്റെ കൂടെ ഇരുന്നു. വെളുപ്പിനെ അദ്ദേഹം പോയി. ഞാൻ ആ ഹോളിൽ തന്നെ ഇരുന്ന് ഒന്ന് കണ്ണടച്ചു. നേരം വെളുക്കുന്നില്ല, വെളുത്ത് വരുന്നേ ഉള്ളൂ. എൻ്റെ ഭാര്യ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ആരോ മുറ്റത്ത് വന്ന് അച്ഛനെ തിരക്കുന്നു. ഞാൻ ചെന്നപ്പോൾ ഒരു സഹോദരനാണ്. ഞാൻ ചോദിച്ചു, എന്താ? നേരം കണ്ണ് കാണത്തില്ല, ആളെ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ, എന്തിനാ വന്നേ? വളരെ ദൂരെയാണ് അദ്ദേഹം വരുന്നത്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല പാസ്റ്ററെ, ഞാനിതുവഴി ഒരു ആവശ്യം അങ്ങ് വിളന്ന. അദ്ദേഹം എന്തോ അസ്വസ്ഥനാകുന്നു. ശരി, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി പേടിച്ചോ? ഞാൻ പറഞ്ഞു, എന്താ കാര്യം? ഉള്ളത് പറ, പേടിച്ചോ? ഞാൻ പറഞ്ഞു, പേടിച്ചു. 2 മണിയായപ്പം കർത്താവ് എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, പ്രിൻസിപ്പൽ പാസ്റ്റർ, നീ ഭയന്നിരിക്കുന്നു, നീ ഇപ്പം തന്നെ പോയി പറയണം, പേടിക്കണ്ട. എങ്ങനെ രാത്രി വരിക? നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചതാ പറയാൻ, പേടിക്കരുത്. ഞാൻ പേടിച്ചിരുന്നത് ആരും അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ ഉള്ള ഒന്ന് തത്രപ്പെട്ടപ്പോൾ അറിഞ്ഞ ഒരപ്പൻ. ഈ അപ്പനുള്ളപ്പം കാൺമീ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി. കരങ്ങളടിച്ച് പാടിക്കേ. എന്നരുളിയ കരുണാനിധേ, ഒരു ഭൂമി നടത്താമൻ ഉരച്ചവനൊരു നാളും ഉരച്ചവനൊരു നാളും ഒരു നാളും അനാഥനായി ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ, കാരം പിടിച്ചാലുദീനം മരുഭൂമിൽ നടത്താമൻ ഒരു നാളും അവർക്കുമില്ല. കാരം പിടിച്ചാലുദീനം മരുഭൂമിൽ നടത്താമൻ ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. പ്രതികൂലമായിടുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയായ നേരെ അടിച്ചുയർന്നിടുമ്പോൾ, പ്രതികൂലമായിടുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയായ നേരെ അടിച്ചുയർന്നിടുമ്പോൾ, മറച്ചുകൊള്ളേണമേ നിൻ ചിറകിൽ കണ്ണുനീരം വഹിച്ചുകൊള്ളുമല്ലോ നിൻ തിരുകരത്താ. മറച്ചുകൊള്ളേണമേ നിൻ ചിറകിൽ കണ്ണുനീരം വഹിച്ചുകൊള്ളുമല്ലോ നിൻ തിരുകരത്താ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ, ഞാൻ നിന്നെ ഒരു നാളും
അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിലേ കാരം പിടിച്ചാനുദീനം മരുഭൂമിൽ നടത്താമെന്ന് ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. കാരം പിടിച്ചാനുദീനം മരുഭൂമിൽ നടത്താമെന്ന് ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. അപ്പോൾ കർത്താവിനെ അംഗീകരിക്കാൻ വഴി ദൈവം നമുക്ക് പിതാവായി മാറുമ്പോൾ പിന്നെ ആരുമില്ലെന്നൊരിക്കലും പറയേണ്ട കാര്യമില്ല. ഈ ദൈവം എൻ്റെ പിതാവായി മാറി. ദൈവം എനിക്ക് പിതാവായി മാറുന്നത് ക്രിസ്തുവിലൂടെയുള്ള അറിവാണ്. അതൊരു പുതിയ ദൈവിക വെളിപ്പാടാണ്. കാരണം അന്ന് വരെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ആർക്കും കാണാൻ കഴിയാത്ത ദൈവം തണ്ട് മനുഷ്യനായി അവതരിച്ചു. തൊടാവുന്ന പാകത്തിൽ, സ്പർശിക്കാവുന്ന പാകത്തിൽ, കണ്ണുകൊണ്ട് കാണാവുന്ന പാകത്തിൽ ഈ ദൈവം എൻ്റെ പിതാവായി മാറുന്നു. കരങ്ങളെല്ലാം ഉയർത്തി കർത്താവരെ ഒന്ന് സ്തുതിച്ചേ. ആ കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ആവോളം ദൈവസന്ധിയിൽ ഒന്ന് പ്രാർത്ഥിച്ച്, അപ്പാ ഈ ദൈവം എൻ്റെ പിതാവാ. എനിക്ക് തെളിവ് വേണ്ട. എന്നെ സംബന്ധിച്ച് 1000 പേർ തെളിവുകൾ നിരത്തി ദൈവം ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ വന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ഞാൻ പേടിച്ചപ്പം വന്ന ദൈവത്തെ എനിക്കറിയാം. ഞാൻ കരഞ്ഞപ്പം വന്നൊരു കർത്താവിനെ എനിക്കറിയാം. ഈ ദൈവം എൻ്റെ പിതാവാ. കുഞ്ഞുങ്ങളെ, ഈ ദൈവം എൻ്റെ പിതാവാ. ഈ ദൈവം എൻ്റെ പിതാവാ. ചിലരൊക്കെ ചോദിക്കും, ദൈവം നൂലെ കെട്ടിത്തരുമോയെന്ന്. ഞാൻ പറയും, നൂലെ കെട്ടിത്തരണമെങ്കിൽ നൂലെ കെട്ടിത്തരും. ചോദിച്ചാൽ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ഈ ദൈവം പിതാവ്. അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വലിയ അറിവൊന്നും പറയുന്നില്ല, പക്ഷെ ഞങ്ങൾക്കൊരറിവുണ്ടായി. ഈ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ ഈ ദൈവം പിതാവായിട്ട് മാറി. ഞങ്ങൾ അനാഥരല്ല, ഞങ്ങൾ ആരുമില്ലാത്തവരല്ല, എല്ലാം അറിയുന്നൊരു പിതാവുള്ളവരാ. റീഖാന ഹംധന